നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ മുമ്പ് പല വാക്യൂം ക്ലീനറുകൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഈ വാക്യൂം ക്ലീനറുകളുടെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നോർമൽ ആയിട്ടുള്ള ക്ലീനിങ് ഒക്കെ ഈ വാക്യൂം ക്ലീനറുണ്ട് പൊടിയും അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ വലിച്ചെടുത്ത് ക്ലീൻ ചെയ്യാനായിട്ട് സാധിക്കും. എന്നാൽ പറ്റിപ്പിടിച്ച് ഇളകി വരാത്ത രീതിയിലുള്ള അഴുക്കുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് എങ്ങനെയാണ് ക്ലീൻ ചെയ്യാൻ സാധിക്കുക? അത് ഈ ഒരു വാക്യൂം ക്ലീനർ, നോർമൽ വാക്യൂം ക്ലീനർ വെച്ചിട്ട് നമുക്കത് ക്ലീൻ ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഡിവൈസ് ആണെന്ന് പരിചയപ്പെടാനായിട്ട് പോകുന്നത്. അഗാരോയുടെ ഒരു സ്പോട്ട് ക്ലീനറാണിത്. ഇത് ഉപയോഗിച്ചുകൊണ്ട് എത്ര പറ്റിപ്പിടിച്ച അഴുക്കാണെന്നുണ്ടെങ്കിലും നമുക്ക് വളരെ ഈസി ആയിട്ട് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു ഡിവൈസ് എവിടെ നിന്ന് വാങ്ങാവുന്നു, എങ്ങനെ ഇത് ഉപയോഗിക്കാവുന്നു, ഇതിൻ്റെ കൂടെ എന്തൊക്കെ സാധനങ്ങൾ ലഭിക്കുന്നുണ്ടെന്നോ എല്ലാ കാര്യങ്ങളും ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നുണ്ട്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആവുന്ന വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കണ്ട. ഏതെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റുകളായിട്ട് അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാന്നുണ്ടെങ്കിൽ ചാനലോട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഇങ്ങനൊരു ബോക്സിലാണ് ഈ പ്രൊഡക്റ്റ് റിസീവ് ആയത്. ബോക്സിനുള്ളിൽ യൂസർ മാനുവൽ, വാറന്റി കാർഡ്, സെൽഫ് ക്ലീനിങ് ബ്രഷ്, സ്റ്റാൻഡേർഡ് ബ്രഷ്, ഡീപ് സ്റ്റെയിൻ ടൂള്, പിന്നെ ഈ കാണുന്ന മെയിൻ യൂണിറ്റ്, ഇത്രയും ഐറ്റംസ് ആണ് ലഭിക്കുക. ഇതിന്റെ ഡിസൈൻ അത്യാവശ്യം നല്ല ഭംഗിയുണ്ട്, ലൈറ്റ് വെയിറ്റുമാണ്, ക്യാരി ചെയ്യാനൊക്കെ വളരെ ഈസിയാണ്. ഇത് ഉപയോഗിച്ച് കാറിന്റെ ഇന്റീരിയർ, കാർപ്പറ്റ്, ബെഡ്, സോഫ തുടങ്ങിയ ഇടങ്ങളിലൊക്കെയുള്ള പറ്റിപ്പിടിച്ചിട്ടുള്ള കറകൾ വളരെ ഈസി ആയിട്ട് ക്ലീൻ ചെയ്തെടുക്കാൻ സാധിക്കും. അതിനോടൊപ്പം തന്നെ ഇതൊരു സാധാരണ വാക്യൂം ക്ലീനർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. മെയിൻ യൂണിറ്റിൽ ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള 2 വാട്ടർ കണ്ടെയ്നറുകൾ ഇതുപോലെ നൽകിയിട്ടുണ്ട്. ഒരെണ്ണം 1.8 ലിറ്ററിന്റെ ക്ലീൻ വാട്ടർ കണ്ടെയ്നർ ആണ്. അടുത്തത് 600 ml വേസ്റ്റ് വാട്ടർ കളക്ട് ചെയ്യാനുള്ള കണ്ടെയ്നറുമാണ്. പവർ കോഡിന്റെ ലെങ്ത് 5 മീറ്റർ ഉണ്ട്. ഹോസ് പൈപ്പിന്റെ ലെങ്ത് 1.2 മീറ്റർ ആണ്. പവർ കോഡിന് നല്ല നീളം ഉള്ളതുകൊണ്ട് തന്നെ എക്സ്റ്റൻഷൻ കേബിൾ ഒന്നും ഇതിൽ ഉപയോഗിക്കേണ്ട ഒരു ആവശ്യം ഇതുവരെ എനിക്ക് വന്നിട്ടില്ല. ഇനി ഈ പ്രൊഡക്റ്റ് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് നമുക്ക് നോക്കാം. ആദ്യം ക്ലീൻ വാട്ടർ കണ്ടെയ്നർ ഇതുപോലെ ഊരിയെടുത്ത് ഇതിനുള്ളിൽ ഈ രീതിയിൽ വെള്ളം നിറയ്ക്കുക. വേണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ക്ലീനിങ് ലിക്വിഡും നിങ്ങൾക്ക് ഇതിൽ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം കണ്ടെയ്നർ ക്യാപ്പ് നല്ലോണം അടയ്ക്കുക. വീണ്ടും മെയിൻ യൂണിറ്റിലേക്ക് തിരിച്ചത് അറ്റാച്ച് ചെയ്യുക. ഇനി നമുക്ക് ഡീപ് സ്റ്റെയിൻ ടൂള് ഹോസിന്റെ ഒരറ്റത്ത് കണക്ട് ചെയ്യണം. അതിനുശേഷം പവർ കോഡ് പ്ലഗ് ചെയ്ത് മെയിൻ യൂണിറ്റിന്റെ മുകളിൽ നൽകിയിട്ടുള്ള പവർ ബട്ടണിൽ പ്രസ് ചെയ്ത് ഈ മെഷീൻ ഓൺ ആക്കണം. ഈ ഹോസിൽ നൽകിയിട്ടുള്ള സ്പ്രേ ട്രിഗർ അമർത്തിയാൽ ക്ലീനിങ്ങിന്റെ ഇടയിൽ നമുക്ക് വാട്ടർ സ്പ്രേ ചെയ്യാനായിട്ട് സാധിക്കും. വെള്ളം ആവശ്യമുള്ളിടത്ത് ഇതുപോലെ സ്പ്രേ ചെയ്യുക. അതിനുശേഷം സ്പ്രേ ചെയ്തതിന്റെ കുറച്ച് മുമ്പിലായിട്ട് ബ്രഷ് ഇതേപോലെ വെച്ച് ബാക്കിലേക്ക് ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ക്ലീൻ ആകുന്നത് കാണാൻ സാധിക്കും. ഇനിയും 1-2 പ്രാവശ്യം ചെയ്തിട്ട് ക്ലീൻ ആകുന്നില്ല എന്നുണ്ടെങ്കിൽ ക്ലീൻ ആകുന്നതിന് വരെ നിങ്ങൾ ഈ ഒരു പ്രോസസ്സിങ് ചെയ്യേണ്ടതായിട്ട് വരും. ചിലപ്പം 2-3 പ്രാവശ്യമൊക്കെ ക്ലീൻ ചെയ്യേണ്ടതായിട്ട് വരും. കാരണം ആ ഒരു കറ എത്രയും ഒട്ടിപ്പിടിച്ചിരിക്കുന്നു, അത് ചിലപ്പോൾ കുറേ ഡ്രൈ ആണെന്നുണ്ടെങ്കിൽ അത് ഇളകി വരാൻ കുറച്ച് സമയം എടുക്കും. അപ്പൊ ക്ലീൻ ആകുന്നതിന് വരെ ഇങ്ങനെ വലിച്ച് നമുക്കത് ക്ലീൻ ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട്. ഇനി സ്റ്റാൻഡേർഡ് ബ്രഷ് ഹോസിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ കാർപ്പറ്റും സോഫയും ഒക്കെ നമുക്ക് ഡ്രൈ ക്ലീൻ ചെയ്യാൻ സാധിക്കും. ഇങ്ങനെ ക്ലീൻ ചെയ്യുന്നതിന്റെ ഇടയ്ക്ക് വേസ്റ്റ് വാട്ടർ ടാങ്ക് ഫുൾ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ മെഷീൻ ഓട്ടോമാറ്റിക് ആയിട്ട് ഷട്ട് ഡൗൺ ആവുകയും ചെയ്യും. ക്ലീനിങ് എല്ലാം കഴിഞ്ഞതിന് ശേഷം നമുക്ക് മെഷീൻ പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്ത് വെക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഇതിൽ ഹോസിനുള്ളിലുള്ള അഴുക്കുകൾ കഴുകി ക്ലീൻ ചെയ്യാനായിട്ട് സെൽഫ് ക്ലീനിങ് ബ്രഷ് ഹോസിന്റെ അറ്റത്ത് കണക്ട് ചെയ്ത് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഹോസും അതുമായിട്ട് ബന്ധപ്പെട്ട ഏരിയയൊക്കെ നല്ല വൃത്തിയായിട്ട് ക്ലീൻ ആയി കിട്ടുന്നതാണ്. അതിനുശേഷം വേസ്റ്റ് വാട്ടർ കളക്ട് ആയിട്ടുള്ള കണ്ടെയ്നർ ക്ലീൻ ചെയ്യണം. അപ്പൊ നമ്മൾ ആദ്യം മെഷീൻ ഓഫ് ചെയ്തതിന് ശേഷം ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കണ്ടെയ്നർ ഇങ്ങനെ ഊരിയെടുക്കാനായിട്ട് സാധിക്കും. അതിനുശേഷം കണ്ടെയ്നറിന് മുകളിൽ നൽകിയിട്ടുള്ള ഈ ഒരു അടപ്പ് ഇങ്ങനെ ഊരിയെടുത്ത് അതിലെ അഴുക്ക് വെള്ളമൊക്കെ കളഞ്ഞ് നമുക്ക് ഭംഗിയായിട്ട് ക്ലീൻ ചെയ്ത് വെക്കാനായിട്ട് സാധിക്കും. വാഷ് ചെയ്ത് ആക്സസറീസ് ഒക്കെ നല്ല രീതിയിൽ ഡ്രൈ ആയതിനു ശേഷം മെയിൻ യൂണിറ്റിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കാം. മെയിൻ യൂണിറ്റിലേക്ക് നമ്മളൊരു ഹോസും ബ്രഷും ഒക്കെ കണക്ട് ചെയ്ത് കഴിയുമ്പോൾ ഇത് കറക്റ്റായിട്ട് ഓർഗനൈസ് ചെയ്ത് വെക്കാനുള്ള സൗകര്യങ്ങളും ഇതിൽ നൽകിയിട്ടുണ്ട്. കേബിൾ നല്ല രീതിയിൽ മടക്കിയെടുത്ത ശേഷം ഇതുപോലെ ഇവിടെ നിങ്ങൾക്ക് അറ്റാച്ച് ചെയ്ത് ലോക്ക് ചെയ്ത് വെക്കാനായിട്ട് സാധിക്കും. ഹോസ് ഇതുപോലെ മെയിൻ യൂണിറ്റിന്റെ ഫ്രണ്ടിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ക്ലിപ്പ് ചെയ്യാനുള്ള ഒരു സൗകര്യവും നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെ ബ്രഷ് ഇതുപോലെ ഇതിന്റെ സൈഡിലായിട്ട് ഹുക്ക് ചെയ്ത് വെക്കാനും സാധിക്കും. അപ്പൊ ഇങ്ങനെ ഒന്ന് ഓർഗനൈസ് ചെയ്ത് വെച്ച് കഴിയുമ്പോൾ തന്നെ നല്ല വൃത്തിയായിട്ട് നല്ല ഭംഗിയായിട്ട് മെഷീൻ എവിടെയെങ്കിലും ഇരുന്നോളും. ആവശ്യമുള്ളപ്പം എടുക്കുക, വർക്ക് ചെയ്യിപ്പിക്കുക, വീണ്ടും ഇതേപോലെ തന്നെ ക്ലീൻ ചെയ്തെടുത്ത് സുരക്ഷിതമായിട്ട് വെക്കുക. അപ്പൊ ഈ ഒരു പ്രൊഡക്റ്റുമായി ബന്ധപ്പെട്ട A-to-Z കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി. ഇനിയും എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റുകളിലൂടെ ചോദിക്കുക. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുന്ന കാര്യം മറക്കണ്ട. അതായത് ഇങ്ങനെയുള്ള ഡിവൈസുകളും പ്രൊഡക്റ്റുകളും ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. അവർക്ക് വേണ്ടി വാട്സ്ആപ്പ് ഗ്രൂപ്പിലൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്താണ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഈ ഒരു പ്രൊഡക്റ്റ് ബൈ ചെയ്യാനുള്ള ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ പ്രൈസ് ഇപ്പം പ്രസന്റ് ടൈമിലെ പ്രൈസ് ആണ് ഞാൻ ഇവിടെ കാണിച്ചിരിക്കുന്നത്. നിങ്ങൾ ഇനി ഈ വീഡിയോ 1 വർഷത്തിനോ 2 വർഷത്തിനോ ശേഷമൊക്കെ കാണുകയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ പ്രൈസ് ഒരുപക്ഷെ ഇതിലും കൂടുതലായിരിക്കാം, ഇതിലും കുറവായിരിക്കാം. അപ്പം പ്രൈസിലുള്ള വേരിയേഷൻ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തോളുക. അപ്പൊ ഇന്നത്തെ വീഡിയോ നിർത്തുന്നു. ഇതിലും നല്ല ഒരു അൺബോക്സിംഗ് റിവ്യൂ ഒക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.